നമസ്കാരം. സാക്ഷി ടി വി പ്രേക്ഷകർക്കൊടൊപ്പം ഇപ്പോൾ ചേരുന്നത് പൂങ്കോട് വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീമതി ഉഷ ബോസ. അതിനുള്ള കാരണം ഇന്നലെ ഇളവക്കോട്, അതായത് പൂങ്കോട് വാർഡിൽ ഉൾപ്പെടുന്ന ഇളവക്കോട് പഴയ MC റോഡിന്റെ ഭാഗത്ത് നിറഞ്ഞ് നിന്ന കാട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. സാമൂഹികമായി ഞങ്ങൾ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ മറ്റൊരു ആരോപണം വന്നിട്ടുണ്ട്. അത് ഒരു ഹോട്ടലുകാരൻ്റെ താല്പര്യത്തിന് വേണ്ടി വാർഡ് മെമ്പർ ചെയ്തതാണ് എന്നുള്ളൊരു ആരോപണം. അത് ഒരു CPIയുടെ നേതാവാണ് ആ ആരോപണം ഉന്നയിച്ചേക്കുന്നത്. വാർഡ് മെമ്പർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കേൾക്കാം. അതിനകത്ത് സാറിന്റെ വിമർശനത്തെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ഉൾക്കൊള്ളുകയാണ്. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം കണ്ടുകൊണ്ടൊന്നുമല്ല. അത് സാറ് പറഞ്ഞല്ലോ, അവിടെ മാർത്തോമ കോളേജിന്റെ എതിർവശത്ത് താഴെ താമസിക്കുന്ന കുറച്ച് ആളുകളുടെ ശരിക്കും അവരായിരുന്നു എന്നോട് ആവശ്യപ്പെട്ടത് ഈ കാട് വെട്ടുന്നതിനെ കുറിച്ച്. കാരണം ഈ ഭാഗത്ത് രാത്രിയായി കഴിയുമ്പോൾ മദ്യം മയക്കുമരുന്ന് വ്യാപാരം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റോഡിൽ നിന്ന് കുറെ മറവ്, അതിപ്പോ എല്ലാ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട കാടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ആ നടുക്കൂടെ ഒരു പഴയ റോഡ് കിടക്കുന്ന ഭാഗത്തൂടെ വാഹനങ്ങൾ വരികയും അവിടെ ഇത്തരം വ്യാപാരങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് ജനജീവിതത്തിന് ബുദ്ധിമുട്ടാവുന്നു എന്ന് കൂടി അവർ പറഞ്ഞിരുന്നു. കാട് മാത്രമല്ല, കാട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പന്നിയുണ്ട്, ഇഴജന്തുക്കളുണ്ട്, ഇങ്ങനെ ഈ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആ പ്രദേശത്തിനൊരു ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവരോട് ഞാൻ അന്ന് പറഞ്ഞതാണ്, അത് ഞാൻ വെട്ടിക്കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും അറ്റത്ത് ഇവിടെ കോശിച്ചായൻ മുതല് അങ്ങോട്ടുള്ള കോശിച്ചായനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോശിച്ചായന്റെ ഭാര്യയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും, വിമൽ സാറ് പറഞ്ഞ് ആ താഴെ കുഴിയിൽ താമസിക്കുന്ന വീട്ടിലെ പയ്യനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാം പിന്നെ ഇതിനകത്ത് ഈ ജോലിക്കാർക്ക്, അവിടെ വിളിച്ച ജോലിക്കാർക്ക് പൈസ കൊടുത്തത് ഞാനല്ല, ആ പ്രദേശത്തുള്ള എല്ലാവരും കൂടെയാണ് പൈസ കൊടുത്തത്. എല്ലാവരും കൂടെ ചേർന്ന്, അതിനകത്തുനിന്ന് ഞാൻ പൈസ എന്റെ കയ്യിൽ ഞാൻ 1 രൂപ പോലും വാങ്ങിച്ചതല്ല, അവരെല്ലാവരും കൂടെ ചേർന്നാണ് പൈസ കൊടുത്തത്. പിന്നെ ജോലി തീർന്നില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം വരെ പണിഞ്ഞു, വൈകുന്നേരത്തേക്ക് അത് ഇന്നലത്തേക്ക് അവസാനിപ്പിച്ചു. ഇന്ന് 10 മണിക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ജോലിക്കാർക്ക് വരാനൊരു അസൗകര്യം പറഞ്ഞിരുന്നു. എന്നാലും 10 മണിയാകുമ്പോഴത്തേക്ക് അവര് വരും എന്നാണ് എന്റെ കണക്കൂട്ടല്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വിളിക്കണം അവരെ, അല്ലെങ്കിൽ പിന്നെ ബാക്കി നാളെയായിട്ട്. സാറ് പറഞ്ഞ ആ മാർത്തോമ കോളേജിന്റെ എതിർവശത്തുള്ള ഭാഗത്തെ അവിടുത്തെ കാട് വെട്ടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അങ്ങോട്ട് പോകണം എന്ന് തന്നെയാണ്. പിന്നെ ഈ കാടിന്റെ ഒരു വിഷയം അവരെന്നോട് പറഞ്ഞതിന് ശേഷം, ഞാൻ ഇപ്പൊ ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഞാൻ ചടയമംഗലത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോ പഞ്ചായത്തിന് അതിനകത്ത് ഇത്തരം അടിക്കാടുകൾ വെട്ടുന്ന സംവിധാനമൊക്കെ നിലവിലില്ല എന്നും, സ്വകാര്യ വ്യക്തികൾക്ക് അവനവന്റെ വീടിന്റെ ഭാഗത്തുള്ളത് വെട്ടിക്കളയാം എന്നും ഒരു നിർദ്ദേശമാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അതാത് പ്രദേശത്തുള്ള ആളുകളെ സംഘടിപ്പിച്ച് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത്രയും ജോലി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള സാമ്പത്തിക പദ്ധതിയൊന്നും എനിക്കില്ല. എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ബാക്കി ഭാഗത്തോട്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഭാഗവും വൃത്തിയാക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ അതാത് പ്രദേശത്തുള്ള ആളുകളുടെ സഹകരണം എത്രത്തോളം ലഭിക്കുന്നു അതിനനുസരിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. സാർ പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. ഇത് ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇത് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല. അത് സാറിന് തന്നെ ആ ഭാഗത്തുള്ള ആളുകളോട് എന്ന് ചോദിച്ചാൽ മനസ്സിലാവും, അവരാവശ്യപ്പെട്ടിട്ടാണോ അതോ എന്റെ അങ്ങോട്ടുള്ള ആവശ്യം കൊണ്ടാണോ എന്ന് മനസ്സിലാവും. കാരണം അവരെല്ലാവരുടെയും കൂടെ ഒരു ആവശ്യം കൊണ്ട് തന്നെ. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെ അവിടെ ജോലി ചെയ്ത ആ വ്യക്തിക്ക് ആ മിഷൻ കൊണ്ടാണല്ലോ അത് കാട് വെട്ടിത്തെളിച്ചത്. അത് ഈ പുതിയതായി തുടങ്ങുന്ന റെസ്റ്റോറന്റുകാരനാണോ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വേതനം അല്ലെങ്കിൽ ജോലിക്കൂലി കൊടുത്തത്? അല്ല, എല്ലാവരും കൂടെ കൊടുത്തത്. എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എന്ന് പറയുമ്പോ അതിന്റെ താഴത്തെ വീട്ടിലെ ഒരു അമ്മമ്മയുടെ അവിടുത്തെ അച്ചായനൊക്കെ അവിടെ വന്ന് നിന്നായിരുന്നു. അദ്ദേഹം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പൈസ കൊടുക്കുന്നതിന്. പിന്നെ കോശിച്ചായന്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച്. പിന്നെ ഇനി അപ്പുറത്തോട്ട് പോകുന്നതിന് അവിടുത്തെ ഉള്ള ആളുകളാണ് പൈസ കൊടുക്കുന്നത്. അവിടെ പിന്നെ ആ താഴെ കുഴിയിൽ താമസിക്കുന്ന വീടിന്റെ മുൻവശത്ത് വെട്ടുന്നുണ്ട്. അതിന് അവിടാണ്, അവിടുത്തെ ആ ശ്യാമൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ അവിടോട്ട് വെട്ടുന്നതിന് അവരാണ് പൈസ കൊടുക്കുന്നത്. അതിന്റെ പൈസ തികഞ്ഞില്ലെങ്കിൽ ഞാൻ കൂടി കൊടുക്കും എന്നേ ഉള്ളൂ. ഇതിപ്പോ എല്ലാവരും കൂടാണ്, ഒരു വ്യക്തിയിൽ നിന്നല്ല. പിന്നെ ആളെ വിളിക്കാൻ ഞാൻ ഇപ്പൊ എനിക്ക് നേരിട്ട് ഈ പറഞ്ഞ ആളുകളുമായിട്ടൊന്നും ഈ
ജോലിക്കാരുമായിട്ടൊന്നും പരിചയമില്ല. ഈ മെഷീൻ കൊണ്ടുവരുന്ന ആളുകളെയൊന്നും എനിക്ക് നേരിട്ട് പരിചയമില്ല. അതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞു ആളെ സംഘടിപ്പിക്കും. ഇന്ന് തന്നെ ഞാൻ പലരെ ഇന്നലെ ആ പയ്യന് കല്ല് തെറിച്ചിട്ട് ഒരു ചെറിയൊരു അപകടം പറ്റിയായിരുന്നു, ആ വെട്ടിക്കൊണ്ടിരുന്ന പയ്യന്. അതുകൊണ്ട് ഇനി ആ പയ്യൻ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് വേറെ ആള്, ഞാനിവിടെ ചടയമംഗലത്ത് 2-3 പേരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പിന്നെ വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. അവരിന്ന് 10 മണിക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പൈസ എല്ലാവരും കൂടെ കൊടുത്തത് കേട്ടോ. അതിനകത്ത് ഒരാളെന്നില്ല. ഈ പറഞ്ഞ ഹോട്ടലുകാരെ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണുകയായിരുന്നു. അവിടെ ഒരാളിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ച് ഹോട്ടലുകാരെ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടാണ് നിങ്ങളും കൂടെ നിന്റെ കൂടെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കേട്ടോ. വെറുതെ അവരെ പറയണ്ട, ഞാൻ അങ്ങോട്ടാണ് കണ്ടത്. അവരെ നല്ല വീട്ടിലുള്ള എല്ലാവരെയും ഇപ്പം പൈസ തരാൻ തയ്യാറുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണണമല്ലോ. അതുകൊണ്ട് അവരെ കൂടെ ചെന്ന് കണ്ടു ആണ് ഇത്രയും ചെയ്തത്. പിന്നെ ഈ കാട് കൂടുതൽ കിടക്കുന്ന ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വെട്ടിക്കൊണ്ടുപോയി എന്നേ ഉള്ളൂ. അല്ല, ഈ ചടയമംഗലം പഞ്ചായത്തിന്റെ പൂങ്കോട് വാർഡിൽ പരിചയപ്പെടുന്നതാണ് ആ പ്രദേശം. ആ പ്രദേശം ഇത്തരം ഒരു കാട് മൂടിക്കിടക്കുകയും അവിടെ 2 വാഹനങ്ങൾ 2-3 വാഹനങ്ങൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ പഞ്ചായത്തിനോട് ഈ വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മെമ്പർ ശ്രമിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇപ്പൊ ഇവരുടെ തൊഴിലുറപ്പുകാരെ അതിന് വേണ്ടിയിട്ട് ഇത്തരം ജോലികൾക്ക് വേണ്ടിയിട്ട് തൊഴിലുറപ്പുകാരെ വിട്ടുതരാൻ പറ്റത്തില്ല. കാരണം അവരുടെ സ്കീം ഇപ്പൊ അങ്ങനെയല്ല. ഒരു കോടതി ഉത്തരവിന്റെയൊക്കെ കാര്യം സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പുകാരെ വിട്ട് ചെയ്യിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചത്. പക്ഷെ അതിന് പറ്റത്തില്ല. അങ്ങനൊരു സ്കീം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആളുകളെ കണ്ടത്. കാരണം ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞു പോയിരുന്നതാണ്, അതുകൊണ്ട് ചെയ്തത്. പിന്നെ സാറ് പറഞ്ഞ് ബാക്കി കാർഡുകളുടെയൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ പൊതുവിൽ അവരാരും എന്നോടൊരു പരാതിയോ ഒരു നിർദ്ദേശമോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഈ താഴെ കമ്മീഷൻ കടയുടെ മേൽവശത്ത് ഭാഗത്തുനിന്ന് അവിടുന്ന് ഒരു സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കാർഡിന്റെ കാര്യം, അവിടെ പട്ടിശല്യമൊക്കെ ഉള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ സംഘടിപ്പിക്കാൻ വേറെ വീട്ടുകാരില്ല. അദ്ദേഹവും പിന്നെ മുകളിലോട്ട് കയറി പോകുന്ന 1-2 വീടുകളേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി പോയി അവരെ കാണണം. അവര് അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിന് കൂടെ നിൽക്കാൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികം എനിക്ക് കയ്യിൽ നിന്ന് പൈസ ഒരുപാട് അങ്ങോട്ട് ചിലവാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കാം എന്നുള്ളതല്ലാതെ കൂടുതൽ എന്റെ കയ്യിൽ നിന്ന് ചിലവാക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത എനിക്കിപ്പോ ഇല്ലാത്തത് കൊണ്ട് അവരെല്ലാവരും കൂടെ എത്രത്തോളം സഹകരിക്കുന്നു അതിനനുസരിച്ച് എല്ലാ പണിയും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ സാർ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ബോർഡ് വെച്ചിരുന്ന കാര്യം. ആ ബോർഡ് നിയമവിധേയമായിട്ടല്ല വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്. പഞ്ചായത്ത് മെമ്പറുടെ ജോലിയിൽ പെടുന്ന അല്ലെങ്കിൽ കടമയിൽപ്പെടുന്ന ഒരു കാര്യമല്ല. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് അങ്ങനെ ഒരു രീതിയിലാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത്. വെക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് നോട്ടീസ് കൊടുക്കുകയും അതിന് പിഴ അടപ്പിക്കുകയും അവിടെ ബോർഡ് അവിടെ നിന്ന് എടുപ്പിച്ച് മാറ്റുകയും ചെയ്യാം. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾ അവിടെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിമൽ സാർ അവിടെ വന്നിരുന്നു. സാറും അവിടെ വന്ന് നിന്ന് എന്റെ അടുത്ത് കുറെ സമയം നിന്ന് വർത്തമാനം പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ പിന്നെ സാറിന് വേണമെങ്കിൽ എന്നോട് പറയാം, ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ശരിയല്ല, ഇത് വേണമെങ്കിൽ നിങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് കൂടി ചെയ്യണം എന്ന് വേണമെങ്കിൽ സാറിന് എന്നോട് പറയാമായിരുന്നു. പറഞ്ഞാൽ ആ ഒരു മനസ്സോടുകൂടി തന്നെ ഞാൻ അതിനെ ഉൾക്കൊള്ളത്തുള്ളൂ. ഇതിനകത്ത് ഞാനൊരു രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതും. അപ്പൊ സാറിന് വേണമെങ്കിൽ അപ്പോഴും തന്നെ എന്നോട് പറയാവുന്ന കാര്യമേ ഉള്ളായിരുന്നുള്ളൂ. ഇങ്ങനൊരു നിർദ്ദേശവും സാറിന് വെക്കാമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാമായിരുന്നു. അതിലൊരു വിഷമമുണ്ട് എനിക്ക് കേട്ടോ. അത്രയും നേരം നിന്ന് സംസാരിച്ചിട്ടും സാർ എന്നോട് നേരിട്ട് പറയാമായിരുന്നിട്ട് പറയാതെ പോയൊരു കാര്യം ഇങ്ങനൊരു പറഞ്ഞതിൽ എനിക്കൊരു വിഷമമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് പൂർണ്ണമായും ഈ ഹോട്ടലുകാരനെ ആ റെസ്റ്റോറന്റുകാരനെ സംരക്ഷിക്കാനല്ല ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇന്നലെ ആ പ്രവൃത്തി ചെയ്തത്, അല്ലെങ്കിൽ ആ കാട് വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് പൂർണ്ണമായും അങ്ങനെ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അല്ല, അത് പിന്നെ ഇപ്പൊ ഞാനല്ല മറുപടി പറയട്ടെ കേട്ടോ. ആ പ്രദേശത്തുള്ള വീട്ടുകാരോട് ചോദിച്ചാൽ മതി. അവര് പറയണം അവരാരുടെ ആവശ്യം നിർദ്ദേശമില്ലായിരുന്നെന്നോ അവരുടെ സഹായം ഇല്ലായിരുന്നെന്നോ അവര് പറയുവാണെങ്കിലല്ലേ. സാക്ഷി ടി ചോദിക്കുന്നത്, ഞങ്ങൾ ചോദിക്കേണ്ടി വന്നത് ആ റെസ്റ്റോറന്റുകാരനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അങ്ങനെ അവിടെ പ്രവൃത്തി ചെയ്തു എന്നാണ് ഞങ്ങൾക്കൊരു. ഞാൻ കേട്ടു, ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടു. അങ്ങനെയല്ല എന്ന് തന്നെയാണ് എന്റെ തീർത്തുള്ളൊരു അഭിപ്രായം. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അതിനൊരു ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ താഴെ ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെയൊക്കെ പങ്ക് എന്തായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ റെസ്റ്റോറന്റുകാരനെ പിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള വീട്ടുകാരൊക്കെ കൂടെ ഇപ്പൊ മെമ്പർ എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ചെന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ആ വീട്ടുകാരെല്ലാവരും കൂടെ അങ്ങനെ നിൽക്കുവോ?
വീട്ടുകാരെല്ലാവരും കൂടെ അങ്ങനെ അത്രയും ഇന്നലെ കണ്ടില്ലായിരുന്നു, നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ കൂടി നിന്ന്. വീട്ടുകാർ, ആ പ്രദേശത്തുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആ കടക്കാരന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഇത്ര നല്ല പ്രവൃത്തികൾ ചെയ്ത് നാടിനും നമ്മുടെ പ്രദേശത്തിനും മാതൃകയാകുന്ന നല്ലൊരു പഞ്ചായത്ത് മെമ്പറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.